കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് അവിടെ വളയത്ത് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. നടുക്കണ്ടിയിൽ ദാമോദരന്റെ കടയ്ക്ക് മുന്നിലാണ് ബോംബ് കണ്ടെത്തിയത്. സംഭവത്തിൽ വളയം പോലീസ് അന്വേഷണം തുടങ്ങി. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, ഈ സ്റ്റീൽ ബോംബ് വരിക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രതികാരത്തിന് വേണ്ടി കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഈ ആക്രി സാധനങ്ങളൊക്കെ ശേഖരിക്കുമ്പോൾ ഇതൊക്കെ പെട്ടുപോകുന്ന നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉള്ളതാണോ തെളിവുകൾക്കായി? ദിനേശ് മണി, CCTV ദൃശ്യങ്ങളൊന്നും ഈ കടയിൽ അങ്ങനെ CCTVയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് വളയത്തെ ഈ വ്യാപാര സ്ഥാപനത്തിന് മുൻപിൽ ദാമോദരൻ എന്ന ആളുടെ കടയ്ക്ക് മുൻപിൽ വെച്ച് ഇങ്ങനെയൊരു സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത്. കടയുടമ തന്നെയാണ് വളയം പോലീസിൽ ഈ വിവരം അറിയിക്കുന്നതും അവർ വന്നത് പരിശോധിക്കുകയും ചെയ്തു. ഈ സ്റ്റീൽ ബോംബിന്റെ അതായത് അതിന്റെ മുകൾ ഭാഗം തുറന്നിട്ട നിലയിലാണ്, തുറന്നു പോന്ന നിലയിലാണ്. അതിനകത്തെ വെടിമരുന്ന് കത്തിയിട്ടില്ല, പൊട്ടിയിട്ടില്ല എന്ന് പോലീസും പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇതിലിപ്പോൾ പറയുന്നത് ഇത് കണ്ടിട്ട്, ഈ സ്റ്റീൽ ബോംബ് കണ്ടിട്ട് കുറച്ച് പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ബാക്കി പരിശോധനകൾ, ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവരുടെ പരിശോധനകളും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുമുണ്ട്. കടയുടമയുടെ സ്റ്റേറ്റ്മെന്റ് ഇതിനോടകം പോലീസ് രേഖപ്പെടുത്തി. കടയുടമ ഒക്കെ അങ്ങനെ മറ്റു ശത്രുക്കളോ അതല്ലെങ്കിൽ മറ്റു ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും കടയുടമയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ആ രീതിയിലുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത്. ഒരുപക്ഷെ ഇന്നലെ രാത്രി ആരോ എറിഞ്ഞിട്ടതാകാമെന്ന് സംശയം പോലീസ് പറയുന്നുണ്ട്. കാരണം എറിയുമ്പോൾ മാത്രമാണ് അതിന്റെ മുകൾ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തത വരട്ടെ.